ജസ്ലിയെ വാഹനം ഇടിപ്പിച്ച കേസിലെ പ്രതി ഡോക്ടർ സിറിയക് ജോർജിന്റെ പിതാവിന് ജാമ്യം. അങ്കമാലി കോടതിയാണ് ജാമ്യം നൽകിയത്. അതേസമയം വാഗമണ്ണിൽ നിന്നും അറസ്റ്റിലായ സിറിയക്കിനെ അങ്കമാലിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, മകനെ ഒളിപ്പിക്കുകയായിരുന്നു പിതാവ്. എന്തായാലും മകനെ കിട്ടിയതോടുകൂടി പിതാവിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സിറിയക്കിനെ ഇപ്പോൾ അങ്കമാലിയിൽ എത്തിച്ചിട്ടുമുണ്ട്. വിവരങ്ങൾ രാഗി പറഞ്ഞതുപോലെ തന്നെ പിതാവിനെ കസ്റ്റഡിയിൽ എടുത്തതോടുകൂടി മാത്രമാണ് ഈ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പ്രതി വരുന്നത്, സിറിയക്ക് പുറത്തേക്ക് വരുന്നത്. അതുവരെയും ഒളിവിലായിരുന്നു. ഈ പിതാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളുടെ വാഗമണിലെ ഒളിസങ്കേതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അടക്കാൻ ലഭിച്ചത്. പോലീസിന് വലിയ വിമർശനങ്ങളായിരുന്നു. കാരണം ഈ ഒരു സംഭവം, ദാരുണമായ സംഭവം, വാഹനം മനഃപൂർവ്വം എന്ന് തന്നെ പറയാവുന്ന, മനഃപൂർവ്വമായ നരഹത്യ തന്നെയാവുന്ന വിധത്തിൽ അപകടകരമായ വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കി ഒരു പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് കൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. എന്നാൽ പോലീസ് വലിയ അലംഭാവമാണ് കാണിക്കുന്നത്. വലിയ സ്വാധീനമുള്ള പ്രതിയെയും കുടുംബത്തിൻ്റെ മറ്റ് സ്വാധീനമെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നെല്ലാമുള്ള പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് 6 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം വാഗമണ്ണിൽ നിന്ന് പ്രതിയെ പിടികൂടിയതും ഇപ്പോൾ അങ്കമാലി സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വിശദമായ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനകളടക്കം പൂർത്തിയാക്കി. അതിൻ്റെ ഫലവും ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ ഒരു അപകടം ഉണ്ടായതിന് ശേഷം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പ്രതി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു, ലഹരിയിലാണ് ഇത്ര വേഗത്തിൽ വാഹനം ഓടിച്ചത് എന്നതായിരുന്നു. ഫെബ്രുവരി 28-നാണ് ഈ അപകടം സംഭവിക്കുന്നത്. അന്നാണ് ജസ്ലിയുടെ മരണത്തിലേക്ക് നയിച്ച അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയെ ആദ്യം തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു 19-കാരിയായ ജസ്ലിയ ജോൺസൺ. 3-ാം തീയതിയാണ് ജസ്ലിയുടെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം ജസ്ലിയുടെ അവയവങ്ങൾ 4 പേർക്ക് പുതുജീവൻ ഏകിയിരുന്നു. അവയവദാനം അടക്കം മസ്തിഷ്ക മരണം സംഭവിച്ച ജസ്ലിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തയ്യാറാവുകയും ചെയ്തു. കുടുംബത്തിന് വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടുന്നതിലുള്ള അലംഭാവത്തിലുണ്ടായിരുന്നു. അവർ വാർത്താ സമ്മേളനം അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് പ്രതിയെ പിടികൂടാൻ വൈകുന്നത് ചൂണ്ടിക്കാണിക്കുകയും അത് കുടുംബത്തോടുള്ള ഒരു നീതി നിഷേധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പ്രതിയുടെ പിതാവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. എവിടെയാണ് ഒളിവിലേക്ക് പോയിരിക്കുന്നത്, ബന്ധുവീടുകളിലടക്കം ഒളിവിൽ കഴിയാനുള്ള ഒരു സാധ്യതയും എല്ലാം തന്നെ പോലീസ് തിരക്കിയിരുന്നു. അങ്ങനെയാണ് വാഗമണ്ണിൽ നിന്ന് ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വാഗമണ്ണിൽ ഒളിവിൽ കഴിഞ്ഞത്. പൂർണ്ണമായും തന്നെ താടിയും മീശയും എല്ലാം തന്നെ വടിച്ച് നേരത്തെ ഉണ്ടായിരുന്ന രൂപം മാറ്റി തന്നെയായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. പോലീസ് തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ പ്രതിക്ക് അറിയാമായിരുന്നു. ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ പ്രതിയുടെ പിതാവിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സിറിയക്കിന്റെ പിതാവിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ സിറിയക്കിനെ അങ്കമാലിയിൽ എത്തിച്ചിട്ടുമുണ്ട്.